എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ധാരാളം മാർക്കുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് മാഷ് വീണ്ടും ഓടി വന്നത് കേട്ടോ. സിമ്പിളാണ്. ഇവിടെ നോക്കിക്കേ, ഒരു വലിയ കണ്ടെയ്നർ തന്നിട്ടുണ്ട്. കണ്ടെയ്നറിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 7 മീറ്റർ. അപ്പൊ ബ്രെഡ്ത്ത് 2 മീറ്റർ. ഹൈറ്റ് എത്രയാണ്? കുത്തനെയുള്ള അളവ്. ഹൈറ്റ് എത്രയാണ്? 4 മീറ്റർ. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ കണ്ടെയ്നറിന്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം, വ്യാപ്തം കണ്ടുപിടിക്കണം. വോളിയം കാണാൻ വേണ്ടി നമുക്കറിയാം എന്ത് ചെയ്താൽ മതി? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വ്യാപ്തം കിട്ടും അല്ലെ. അപ്പൊ ലെങ്ത്ത് 7, ബ്രെഡ്ത്ത് 2, ഹൈറ്റ് 4. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം കിട്ടും. അപ്പൊ എത്രയാണ്? 7 × 2 × 4 എത്രയാണ്? 7 × 2 14. 14 × 4 56 അല്ലെ. 56 ക്യൂബിക് മീറ്റർ ആണ് ഇതിന്റെ വോളിയം. 56 ക്യൂബിക് മീറ്റർ ആണ് ഈ കണ്ടെയ്നറിന്റെ വോളിയം. എന്തുകൊണ്ടാണ് ക്യൂബിക് മീറ്ററിന് എടുത്തത്, ക്യൂബിക് സെന്റിമീറ്ററിന് എടുക്കാതെ? കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും ആയിട്ട് നോക്കിക്കേ, എമ്മില് മീറ്ററിലാണ് തന്നത് അല്ലേ. അപ്പൊ വോളിയത്തിന് കൂടെ എന്താ ചേർക്കേണ്ടത്? ക്യൂബിക് മീറ്ററിനാണ് ചേർക്കേണ്ടത്. ഒരു ക്യൂബിക്കും കൂടെ എക്സ്ട്രാ കൊടുത്തു. ക്യൂബിക് മീറ്ററിനാണ് വോളിയത്തിന്റെ കൂടെ മീറ്ററിലുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നാൽ ചേർക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 56 ക്യൂബിക് മീറ്റർ ആണ് ഈ കണ്ടെയ്നറിന്റെ വോളിയം, വ്യാപ്തം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ആ കാര്യം. എന്താന്ന് വെച്ചാൽ ഈ ക്യൂബിക് മീറ്ററിലുള്ള വോളിയത്തെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കണം. ക്യൂബിക് മീറ്ററിലുള്ള വോളിയത്തെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നോക്കിക്കേ, 1, 10, 100, 1000, 10,000, 10,00,000. 10,00,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്യൂബിക് മീറ്ററിനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ 10,00,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ക്യൂബിക് മീറ്ററിലുള്ള അളവിന്റെ പിറകില് 6 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. 1, 2, 3, 4, 5, 6. 6 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ അത് ക്യൂബിക് സെന്റിമീറ്ററിലുള്ള ക്യൂബിക് സെന്റിമീറ്ററിലുള്ള അളവായി. അപ്പൊ ക്യൂബിക് മീറ്ററിനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ 10,00,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിറകിൽ 6 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 56 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 56 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണ്? 56നെ 10,00,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 56ന്റെ പിറകില് 1, 2, 3, 4, 5, 6 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. 56 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ക്യൂബിക് സെന്റിമീറ്ററിനെയാണ് കേട്ടോ ഞാൻ ചുരുക്കിയിട്ട് CC എന്ന് എഴുതിയത്. ക്യൂബിക് സെന്റിമീറ്റർ നമുക്ക് ചുരുക്കി CC എന്നും പറയാം, ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്യൂബിക് മീറ്ററിനെ എങ്ങനെ ക്യൂബിക് സെന്റിമീറ്ററിലോട്ട് മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 18-ാം തീയതി, അതായത് എക്സാമിന് തലേന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവിലോട്ട് എത്താം. നമുക്ക് ലൈവിൽ സിമ്പിളായിട്ട് എല്ലാ പാഠങ്ങളും പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എക്സാമിന് വരുന്ന രീതിയിൽ തന്നെ പഠിച്ചെടുക്കണം, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് 18-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ലൈവ് വരുന്നത്. അപ്പോൾ ആരും ലൈവ് മിസ്സാക്കാതെ കൃത്യസമയത്ത് തന്നെ ലൈവിലോട്ട് എത്താം. എന്തായാലും ലൈവിൽ കാണാം. ബൈ ബൈ.